എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നൊരു കാര്യം സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചാണ്. കുറച്ച് നക്ഷത്ര ജാതകർ പണം തേടിപ്പോകേണ്ടതില്ല. ഭാഗ്യം കൊണ്ട് പണം ഇവരുടെ കൈവെള്ളയിലേക്ക് എത്തിച്ചേരും. സാമ്പത്തിക യോഗത്താൽ ജീവിത പുരോഗതി കൈവരിക്കുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയേണ്ട ഒരു നക്ഷത്ര ജാതകർ തിരുവാതിര നക്ഷത്ര ജാതകരാണ്. പല വഴികളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഇവർക്ക് കാണുന്നത്. വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലം തന്നെയാണ്. പുതിയ കോഴ്സുകൾക്ക് ചേരാൻ അവസരം ഉടൻ തന്നെ ലഭിക്കും. തൊഴിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉടൻ തൊഴിൽ യോഗവും വരുന്നുണ്ട്. കർമ്മസ്ഥാനത്തിനുള്ള മാറ്റം ജൂൺ 1 മുതൽ ആരംഭിക്കും. വിദേശയാത്ര കാത്തിരിക്കുന്നവർക്ക് അതിന് സാധിക്കും. വിദേശത്ത് പഠിക്കുന്നവർക്ക് തൊഴിൽ നേട്ടം. മുതിർന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷകരമായ അവസരം. ഒപ്പം കുടുംബത്തിൽ സമാധാനവും വർദ്ധിച്ചു വരും. അഭീഷ്ട കാര്യങ്ങൾക്കും അനുകൂല അവസരം തന്നെയാണ്. പുതിയ വസ്ത്രം, വാഹനം, സ്വർണം എന്നിവ സാമ്പത്തിക സ്ഥിതിക്ക് അനുസൃതമായിട്ട് വാങ്ങിക്കാനും സാധിക്കും. വിവാഹബന്ധങ്ങൾ ഉറപ്പിക്കുകയും ഉറപ്പിച്ച ബന്ധങ്ങൾ നടക്കുകയും ചെയ്യും. കലാകാരന്മാർക്ക് നല്ല കാലമാണ്. പുതിയ രചനകൾക്ക് അവസരം ഉണ്ടാകും. എഴുത്തുകാർക്ക് നല്ല സമയം. ഭവന നിർമ്മാണം, പുതിയ ഭൂമി, സഹോദര സൗഹൃദം, പുനഃസമാഗമം എന്നിവയും മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മുഖേന സന്തോഷത്തിനുള്ള അവസരങ്ങളും ലഭിക്കും. കുടുംബപരമായിട്ട് ലഭിക്കേണ്ട വസ്തുവകകൾ കൈവശം വരും. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കണ്ണ്, കണ്ടം എന്നിവയ്ക്കുള്ള അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ പരിഹരിക്കാൻ സാധിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ജൂൺ മാസത്തോടുകൂടി മെല്ലെ മെല്ലെ ഇരട്ടിച്ചു വരും. വിദേശ സ്വദേശവാസികൾക്ക് പൊതുവെ സമയം ഉത്തമമാണ്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ശനീശ്വരന് നീരാജനം, സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആയില്യപൂജ, നൂറും പാലും എന്നിവ കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. ചിലവുകൾക്കനുസരിച്ച് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിനെല്ലാം തക്കവണ്ണം സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്ന ദിവസങ്ങളാണ്. സന്താനങ്ങൾക്ക് പഠന വിജയം, ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ അവസരമുണ്ടാകും. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ചെറിയ നാണ്യവിളകൾ കൂടാതെ റബ്ബർ, ഏലം, ജാതി, വാഴ, നഴ്സറി സംബന്ധമായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമാണ്. ഇതിൽ നിന്ന് വലിയൊരു നേട്ടവും ഇവർക്ക് ഉണ്ടാകും. വിവാഹ ആലോചനകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗം ശ്രദ്ധിക്കുക. ശ്രദ്ധക്കുറവ് ഒഴിവാക്കണം. വീട് പുതുക്കി പണിയാൻ ഇപ്പോൾ അനുകൂല സമയമല്ല. 2 മാസങ്ങൾക്ക് ശേഷം തുടങ്ങുന്നതാണ് നല്ലത്. പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും ആ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സാധിക്കും. വ്യാഴൻ്റെ അനുകൂല അവസ്ഥ കാരണം തൊഴിൽ രംഗത്ത് ശോഭിക്കും. തടി വ്യാപാരം, റിയൽ എസ്റ്റേറ്റ്, ഇരുമ്പ്, കമ്പി, സിമൻറ്റ്, സാനിറ്ററി വ്യാപാരം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യബന്ധനം, വിൽപ്പന തൊഴിലാളികൾ എന്നിവർക്കും അനുകൂല സമയമാണ്. സർപ്പ അനുഗ്രഹം വരുത്തിക്കൊണ്ട് വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹബന്ധം ലഭിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. കുടുംബത്തിൽ സൽസന്താന യോഗം കാണുന്നുണ്ട്. അതൊരു പെൺകുഞ്ഞ് ജനിക്കാനുള്ള യോഗമാണ് കൂടുതൽ കാണുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ, വസ്ത്ര ആഭരണങ്ങൾ എന്നിവ സമ്മാനമായിട്ട് ലഭിക്കും. ദോഷപരിഹാരമായിട്ട് ഇവർ ശാസ്താവിന് നീരാജനം,
അതുപോലെ തന്നെ ശബരിമല ദർശനം, നാഗക്ഷേത്ര ദർശനം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ സമയം വളരെ അനുകൂലമായിട്ട് വരും. വ്യാഴൻ്റെ ഇഷ്ടസ്ഥിതി മൂലം ദോഷങ്ങൾ പരിഹരിക്കപ്പെടും. സന്താനങ്ങളുടെ ഭാഗ്യ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും ഗൃഹം, വാഹനം എന്നിവ വാങ്ങുന്നതിനു വേണ്ടിയും ധനം ചിലവഴിക്കും. അധ്യാപകർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ആതുര സേവകർ തുടങ്ങിയവർക്ക് പേരും പെരുമയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ഗൃഹയോഗം, വാഹനയോഗം, സൽസന്താന യോഗം എന്നിവയ്ക്കും അനുകൂല സമയമാണ്. ക്ഷേത്രപൂജക ചെയ്യുന്നവർ, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സംഘാടന പ്രവർത്തകർ എന്നിവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അധിക ധനം മുടക്കില്ലാതെ അത് സാധ്യമാകും. ദൂരയാത്രകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് പഠനകാര്യത്തിൽ ഉന്നതിയും തൊഴിൽ രഹിതർക്ക് ചെറിയ തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനും അവസരം ഉണ്ടാകും. ബന്ധുക്കളെ അപ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം മുരുകന് പഞ്ചാമൃത അഭിഷേകം, ഹനുമാന് വടമാല, ആയില്യപൂജ, പുറ്റും മുട്ടയും സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. അനിഴം നക്ഷത്ര ജാതകർക്ക് പൊതുവെ മധ്യമ ഫലങ്ങൾ അനുഭവപ്പെടും. ശനിയുടെയും വ്യാഴൻ്റെയും സ്ഥിതി മൂലം മനസ്സന്തോഷം അല്പം കുറഞ്ഞാലും ജൂൺ 1 മുതൽ ഇതിനൊരു മാറ്റം പ്രതീക്ഷിക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്നവ തിരികെ കിട്ടിത്തുടങ്ങും. ചില മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി ഭൂമിയോ തത്തുല്യമായ വകകളോ താൽക്കാലികമായി കടപ്പെടുത്തേണ്ടി വരും. നിസ്സാര കാര്യങ്ങൾക്ക് ഗൃഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ധനം വരുന്നത് പോലെ സൂക്ഷിച്ചില്ലെങ്കിൽ വന്നതുപോലെ തന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. കാൽപാദങ്ങളിലെ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കണം. ഗൃഹമാറ്റത്തിന് യോഗമുണ്ട്. വിദേശത്തുള്ളവർക്ക് തൊഴിൽ നേട്ടം, രോഗശമനം എന്നിവ ഉണ്ടാകും. പുതിയ ഭൂമി വാങ്ങുവാൻ പരിശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. മധ്യവയസ്സിന് മേൽ പ്രായം ഉള്ളവർക്ക് കാര്യം അനുകൂലമാണെന്ന് കരുതാം. പ്രകൃതിക്ഷോഭം, കീടങ്ങളുടെ ഉപദ്രവം, തസ്കര ശല്യം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് മുരുകന് പഞ്ചാമൃതം, കൃഷ്ണന് പാൽപായസം, ദേവിക്ക് വിളക്ക് തെളിയിക്കൽ, അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉള്ളൊരു സമയമാണ്. ഇത് തുടർച്ചയായിട്ട് വരുന്ന മാസങ്ങളിലും ലഭിക്കും. എല്ലാ രംഗങ്ങളിലും വിജയിക്കുവാൻ കഴിയും. തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും കാലം അനുകൂലമാണ്. അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കുവാൻ യോഗം ഉണ്ട്. തൊഴിൽ രഹിതർക്ക് പരിശ്രമത്തിലൂടെ തൊഴിൽ ലബ്ധി, സന്താനങ്ങൾക്ക് രോഗശമനം ഉണ്ടാകും. ഇണകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഗൃഹനിർമ്മാണത്തിന് സർക്കാർ വഴിയോ വായ്പ വഴിയോ ധനം ലഭിക്കും. മുടങ്ങിയിരുന്ന വിദ്യാഭ്യാസം തുടരാൻ ഉത്തമ സമയമാണ്. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും അനുകൂലങ്ങളും ഉണ്ടാകും. നട്ടെല്ല്, ഖണ്ഡം, കണ്ണ് എന്നിവയുടെ ചികിത്സ പ്രയോജനപ്പെടും. പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശാരീരികമായും മാനസികമായും നല്ല ഉല്ലാസത്തോടും മുന്നോട്ടു പോകാൻ സാധിക്കും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം വിഷ്ണുവിന് പാൽപായസം, ഗണപതിക്ക് അർച്ചന, ഹോമം, ഹനുമാന് വടമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പല മംഗളകർമ്മങ്ങളിൽ ഏർപ്പെടാനും അതിൽ നേതൃത്വം വഹിക്കാനും ഇടവരും. സന്താനങ്ങളെ കൊണ്ട് പിതാവിനും മാതാവിനും സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സമയം അനുകൂലമായിട്ട് ഭവിക്കും. ഇനി അങ്ങോട്ട് നല്ല മാറ്റങ്ങളുടെ സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും. നല്ല ഗൃഹം, വാഹനം, വസ്ത്രം എന്നിവ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ പരിഹരിക്കപ്പെടും. ഇരുമ്പ്, തടി, മില്ല് എന്നിവയുള്ളവർക്ക് അനുകൂല സമയം. ഈ വക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഉന്നതന്മാരിൽ നിന്ന് പ്രശംസ ലഭിക്കും. വിദേശ സ്വദേശവാസികൾക്ക് തൊഴിൽപരമായി തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും.
മധ്യവയസ്സിന് മുകളിൽ ഉള്ളവർക്ക് കാലം അനുകൂലമാണ്. യുവമിഥുനങ്ങൾക്ക് സന്താനയോഗം, വിദ്യാർത്ഥികൾക്ക് പഠന വിജയം, വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ കൂടി ലഭിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പപ്രീതി, കുടുംബദേവതാ പ്രീതി, ഭാഗ്യസൂക്താർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.